പ്രൈസ് ദി ലോർഡ്. യോസെഫ് അനേക തിക്ത അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയി. തൻ്റെ ഭവനത്തിൽ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവൻ. പൊട്ടക്കിണറിൻ്റെ അനുഭവവും, ഇതാ പോത്തിഫറിൻ്റെ ഭവനത്തിലെ അനുഭവവും, അതേ കാരാഗൃഹത്തിൽ കിടക്കുന്ന അനുഭവം ഒക്കെ തൻ്റെ ജീവിതത്തിൽ സകലതും തനിക്ക് തിന്മയായി വന്നപ്പോൾ അതേ ദൈവം യോസെഫിനോട് കൂടെ ഇരുന്നു. യോസെഫിനെ ദൈവം മാനിപ്പാനിടയായി തീർന്നു. എവിടെയൊക്കെ താൻ നിന്ദിക്കപ്പെട്ടുവോ, അപമാനിക്കപ്പെട്ടുവോ, ഒറ്റപ്പെട്ടുവോ, ആ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ദൈവം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്താൽ യോസെഫ് മാനിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ അനുഭവങ്ങളിലൂടെ നാം പലപ്പോഴും കടന്നു പോകുമ്പോൾ ഇതാ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ 118 സങ്കീർത്തനത്തിൻ്റെ 22-23 വാക്യങ്ങൾ പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെ, നമ്മുടെ ദൃഷ്ടി ആശ്ചര്യപ്പെടുമാറ് ദൈവം ചില മാന്യതകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി നമ്മെ മാനിക്കും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.